everyone, once again welcome back to my YouTube channel after a long time. സോ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും യൂട്യൂബിലൊക്കെ വീഡിയോസ് ഇടാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ ഒരുങ്ങി കെട്ടി വന്നിട്ടുള്ളത് എന്തിനാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കും. ഒരു ഹാലോവീൻ പ്രോഗ്രാമായിട്ട് ഞങ്ങളിങ്ങനെ പുറത്തേക്കൊക്കെ ഒന്ന് പോയതായിരുന്നു. ഒരു ഫാമിലി ഫൺ ആക്ടിവിറ്റി, പംകിൻ കാർവിങ്, അങ്ങനെ ഹാലോവീൻ സംബന്ധിച്ച് ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോയതാണ്. അപ്പം അങ്ങനെ ഒരു വ്ളോഗാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. എന്ത് പരിപാടി അവതരിപ്പിച്ചാലും എനിക്ക് ഫുഡ് നിർബന്ധമാണ്. അപ്പോൾ ഫുഡ് മുഖ്യം ബിഗിലെ എന്ന് പറഞ്ഞതുപോലെ കുറച്ച് ഫുൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനെ പറയാൻ പറ്റത്തില്ല, ഇതൊരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. കാരണം ഇതിനകത്ത് അധികം ഐറ്റംസ് ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ ഉള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് നമ്മൾ കുറച്ച് എഗ് ഓംലെറ്റ്, സോസേജ്, നല്ല ബീൻസ് ഇത്രയും ഉണ്ടാക്കി നമ്മളൊരു ടോസ്റ്റിൻ്റെ കൂടത്തിൽ കഴിച്ചിട്ട് നമുക്ക് വയറും മനസ്സും ഒക്കെ ഒന്ന് നിറച്ചിട്ട് നമുക്കിന്ന് നേരെ വീഡിയോയിലേക്ക് പോകാം. മഞ്ഞും മഴയുമുള്ള മുണ്ടക്കയം ഇടുക്കി ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും വന്ന ഞാൻ UK വന്നതും മഞ്ഞും മഴയത്തേക്കാണ്. പക്ഷേ ഇന്ന് എന്താണെങ്കിലും നല്ലൊരു കാലാവസ്ഥയാണ്. അല്ലെങ്കിൽ ഞാൻ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും പാളിപ്പോവുക എന്നുള്ളത് എൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് ഞാൻ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും അതങ്ങ് ശരിയാവത്തില്ല. പക്ഷേ ഇന്ന് കുറച്ച് വെയിലും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു കാലാവസ്ഥയാണ്. ഓട്ടം സീസൺ ആയതുകൊണ്ട് ഇലകളെല്ലാം നല്ല മഞ്ഞ കളറ്, നല്ല ഓറഞ്ച് കളർ, വളരെ കളർഫുള്ളാണ്. അപ്പോൾ നമുക്കിതിനകത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഇതിനകത്ത് കുറേ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഓരോ സൈഡുകളിലായിട്ട് പംകിനും പിന്നെ ഇതേ സ്കെലിട്ടൺ, അസ്ഥികൂടമൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അസ്ഥികൂടം ഉണ്ടാക്കുന്ന കുറച്ച് ക്രാഫ്റ്റ് മെറ്റീരിയൽസൊക്കെ നമുക്ക് അവിടെ ഇവിടെ ഇങ്ങനെ നിരന്ന് കിടക്കുന്നത് കാണാം. ഈ ഇയർബഡ്സില്ലേ, അത് വെച്ചിട്ട് ഉള്ള ആക്ടിവിറ്റീസ്, പിന്നെ ഈ ഒരു ടേബിളിൽ കുറച്ച് പംകിൻ കാർവ് ചെയ്യുന്ന ടൂൾസ്, പിന്നെ കുറച്ച് പേര് ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു സൈഡിൽ ഇതേ ഫേസ് പെയിൻറ്റിങ് ചെയ്യുന്ന ഒരു കോർണർ, പിന്നെ ഇത് കുറച്ച് ഇപ്പുറത്തായിട്ട് ആ നിൽക്കുന്നതാണ് എൻ്റെ മോനും എൻ്റെ ഹസ്ബൻഡും. അപ്പോൾ കുറച്ച് ഇപ്പുറത്തായിട്ട് ഗോസ്റ്റിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കാനുള്ള തോരണങ്ങളും അതിൻ്റെ ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട്. എന്ത് ഭംഗിയാണല്ലേ ഇത് കാണാൻ. ആയുധങ്ങൾ വെച്ചിട്ടുള്ള കളിയാണ് കേട്ടോ. അപ്പോൾ ഈ ആയുധങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ വളരെ തീക്ഷ്ണമായിട്ട് എൻ്റെ മോൻ എന്തൊക്കെയോ ഡിസൈനിൽ വരച്ച് വെച്ചിട്ടുള്ള പംകിൻ തലങ്ങും വിലങ്ങും ഞാനിങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മോന് വളരെ സേഫായിട്ടുള്ള ടൂൾസൊക്കെ കൊടുത്തിട്ട് ഞാൻ അവിടെ ഭയങ്കര സീരിയസ് ആയിട്ട് എൻ്റെ ക്രാഫ്റ്റ് മോഹങ്ങളൊക്കെ ഞാനങ്ങ് സാക്ഷാത്കരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനത്തെ ക്രാഫ്റ്റ്, അതായത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരുന്നു. പക്ഷേ അതിന് മാത്രമുള്ള ക്രാഫ്റ്റ് ഐറ്റംസ്, ക്രാഫ്റ്റ് സപ്ലൈസ് ഒന്നും എനിക്ക് അന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇംഗ്ലണ്ടിൽ വന്നേ പിന്നെ ഇവിടെ ഒരുപാട് അങ്ങനത്തെ സാധ്യതകളുണ്ട്. പക്ഷെ നമുക്ക് അതിനുള്ള സമയമില്ല. അപ്പം അങ്ങനെ സമയം കണ്ടെത്തി ഞാൻ വന്ന ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഞാനത് ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പംകിൻ സീഡ്സ് ഇതിൽ നിന്നും നമ്മൾ റിമൂവ് ചെയ്തൊരു പാത്രത്തിലേക്ക് മാറ്റുക. അപ്പോൾ കുറച്ച് ഡിസൈൻസൊക്കെ അവർ റെഫറൻസിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചെയ്ത് വരുമ്പോൾ എന്ത് ഡിസൈൻസ് ആകുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് പേര് ചെയ്ത് വെച്ചിട്ടുള്ള പംകിൻസാണ് ഈ കാണുന്നത്. സ്വന്തമായിട്ട് എന്ത് ചെയ്താലും വലിയ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത കൂട്ടരാണല്ലോ നമ്മൾ. അപ്പോൾ മറ്റുള്ളവർ ചെയ്ത് വെച്ചിട്ടുള്ള ഏറ്റവും അടിപൊളി ഒരു പംകിൻ അങ്ങ് എടുത്ത് ഞാനങ്ങ് ഫോട്ടോ ഷൂട്ടിങ്ങിനുള്ളൊരു പോസ്റ്റ് ചെയ്യൽ കലാപരിപാടിയാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാർവ് ചെയ്ത പംകിൻ്റെ പേര് ജായ്ക്കോ ലാൻഡേൺ എന്നാണ്. അപ്പോൾ ഇതിനകത്തൊരു മെഴുകുതിരിയൊക്കെ വെച്ച് നമുക്കിങ്ങനെ വീട്ടിലൊക്കെ അലങ്കരിച്ച് വെക്കാം. അങ്ങനെ നമ്മൾ പംകിനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ആക്ടിവിറ്റീസൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ഭയങ്കര ഈ ആക്ടിവിറ്റി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഇയർബഡ്സ് വെച്ചിട്ട് ഇങ്ങനെ അസ്ഥി കൂടെ ഉണ്ടാകുന്നത്. അപ്പോൾ എന്തൊക്കെ ക്രിയേറ്റീവായിട്ട് നമുക്ക് ഓരോ പേപ്പറും പേനയൊക്കെ കിട്ടി ഉണ്ടാക്കാമല്ലേ. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റി. അത് കഴിഞ്ഞ് ഇത് ഞാൻ ഉണ്ടാക്കിയൊരു ഗോസ്റ്റ് സ്പൈറൽ ഷേപ്പിലുള്ളൊരു തോരണം. അപ്പോൾ ഇതൊക്കെ നമുക്കിങ്ങനെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ആക്ടിവിറ്റീസാണ്. നമുക്ക് വീട്ടിലൊക്കെ ഇങ്ങനെ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ നമുക്ക് ഇങ്ങനെ പുറത്തെടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ ചെയ്യാവുന്നൊരു കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു. ഇതൊക്കെ ചെയ്തപ്പോൾ എൻ്റെ മോനേക്കാളും എനിക്ക് തോന്നി എനിക്കായിരുന്നു കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ഇതൊക്കെ ചെയ്യാൻ.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ പംകിൻ കാർവിങ് ആക്ടിവിറ്റി. അപ്പോൾ വളരെ രസകരമായിട്ടുള്ളൊരു ഫൺ ആക്ടിവിറ്റി ആയിരുന്നു. അപ്പോൾ ഇത് മാത്രം കണ്ടാൽ മതിയോ? നിങ്ങൾക്ക് കുറച്ച് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിലെ കാഴ്ചകളും കൂടെ കാണണ്ടേ? അപ്പം ഇത് മോറിസൺസ് എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ ഇവിടുത്തെ പംകിൻസാണ് ദേ ഈ നിരത്തി വെച്ചിരിക്കുന്നത്. അപ്പം 7 പൗണ്ടിന് ഭയങ്കര വലിപ്പമുള്ളൊരു പംകിൻ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതുമാത്രമല്ല, ഇതിപ്പം ഓൾറെഡി എനിക്ക് തോന്നുന്നു കുറേ പേര് സ്റ്റോക്കൊക്കെ വാങ്ങിച്ച് തീർത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, നല്ല വൈറ്റ് പംകിൻ. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വൈറ്റ് പംകിൻ, ഗോസ്റ്റ് പംകിൻ കാണുന്നത്. അപ്പോൾ ഈ ഗോസ്റ്റ് പംകിൻ ഒത്തിരി ഇതുപോലെ വിറ്റ് പോകുന്നുണ്ട്, സോൾഡ് ഔട്ട് ആവുന്നുണ്ട്. കാരണം അത് ഭയങ്കര ഒരു വെറൈറ്റി അല്ലേ, ഇതൊരു സീസണൽ പ്രൊഡ്യൂസൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പംകിനും അതുപോലെ ഈ ഹാലോവീൻ സീസണൽ ഡെക്കറേഷൻസൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റോറിനകത്തെ കാഴ്ചകൾ. കുറച്ച് സീസണൽ ആയിട്ടുള്ള ഡെക്കറേഷൻസ്, ഭയങ്കര രസമുള്ള മഷ്റൂംസ്. അതായത് ഇപ്പം മഷ്റൂംസൊക്കെ ഇവിടെ ഉണ്ടാകുന്നൊരു സീസൺ ആയതുകൊണ്ട് മഷ്റൂംസ്, അതുപോലെ പംകിൻ, പിന്നെ കുറേ ക്രാഫ്റ്റ് ഐറ്റംസും, കപ്പ്, മഗ്, അതുപോലെ കുറച്ച് എന്താ പറയുന്നത് ഡോൾസ്. നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച ആ ഇൻട്രോ ലൊക്കേഷനാണ് ഇത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതൊരു ഹാലോവീൻ ഫൺ ആക്ടിവിറ്റി. അപ്പം മകനൊരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു നേച്ചർ റിസർവ് ഫോറസ്റ്റ് പോലുള്ളൊരു സ്ഥലത്ത് വന്നിട്ട് ഒരു ഫോട്ടോഷൂട്ട്, വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തു വന്നതാണ്. അപ്പം പിക്നിക്ക് പോലെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരാറുണ്ട്. ഇവിടെ വന്ന് കോഫിയൊക്കെ കുടിക്കും, അല്ലെങ്കിൽ വെറുതെ ഓഫൊക്കെ കിട്ടുന്ന ദിവസങ്ങൾ നമുക്ക് മോനെ കൊണ്ട് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പുറത്ത് പോകണം എന്ന് വിചാരിക്കുമ്പോൾ ഒക്കെ വരാറുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇതൊരു വൈറ്റ് ബെഡ്ഷീറ്റും ഒരു ബ്ലാക്ക് സൺഗ്ലാസും ഇത്രയും മതി ഈ ഒരു ആക്ടിവിറ്റിക്ക്. വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ചുമ്മാ ഒരു ഫൺ ആക്ടിവിറ്റി എന്നേ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ. അപ്പം ആദ്യം വിചാരിച്ചു ഈ ഒരു ആക്ടിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും കാണുന്നവർക്ക് ഇത് വട്ടായിട്ട് തോന്നുമെങ്കിൽ നമുക്കിതൊക്കെ ഒരു ഫണ്ണല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ഇല്ലാത്ത സമയം കണ്ടെത്തി വന്നതാണ്. അതായത് മോന് ഇവിടെ അവധിയാണ്, ഈ ഒരു മിഡ് ടേം അവധിയാണ്. അപ്പോൾ ഒരാഴ്ചയായിട്ട് അവൻ വെറുതെ വീട്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കണ്ടപ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നി. പക്ഷേ വന്ന് വൈറ്റ് ബെഡ്ഷീറ്റ് എടുത്ത് ഗ്ലാസ്സൊക്കെ വെച്ച് ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ചപ്പോൾ മനസ്സിലായി ഇത് അത്ര വലിയ ഫണ്ണൊന്നുമില്ല. കാരണം കുറച്ച് ഡാൻസും എന്തെങ്കിലുമൊക്കെ കളിക്കണമെങ്കിൽ ഇത് തലയിൽ കൃത്യമായിട്ട് ഇരിക്കണ്ടേ. അതുമാത്രമല്ല, ഈ വൈറ്റ് ബെഡ്ഷീറ്റും ഗ്ലാസ്സൊന്നും വെച്ചാൽ നമുക്ക് കണ്ണും കാണത്തില്ല. തട്ടി വീഴാതെ ഞാൻ ഡാൻസ് കളിച്ചത് തന്നെ നല്ലൊരു കാര്യമായിട്ട് എനിക്കങ്ങ് തോന്നുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കലാപരിപാടികൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറയണ്ടല്ലോ. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. ബൈ.